നമ്മളിന്ന് ഇവിടെ ഈ ചാനലിനോട് അഭിമുഖം നടത്താനുള്ള ഒരു നിശ്ചയിക്കപ്പെട്ടത് ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന ഒരു പീഡനത്തെ സംബന്ധിച്ചാണ്. അവിടുത്തെ ഒരു ജീവനക്കാരനെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിഷേധം നടത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത് തികച്ചും അപലപനീയമാണ്. ഇത് നമുക്കറിയാം, ഗുരുവായൂർ അമ്പലം നട തുറക്കുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. 2:30 മുതൽ പി ലീലയുടെ ഭക്തിയാനത്തോടു കൂടി ആരംഭിക്കുന്ന ആ ചടങ്ങുകൾ 3 മണിക്ക് നട തുറന്ന് നിർമാല്യത്തിന് വേണ്ടി നട തുറന്നു കഴിഞ്ഞാൽ ഏകദേശം 30-35 മിനിറ്റോളം അതിനകത്ത് വിവിധ പൂജാക്രിയകൾ കഴിഞ്ഞ് ഭഗവാന്റെ കുളിപ്പിച്ച് ാണ് ആ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് മലർ നിവേദ്യത്തിനായി നട അടയ്ക്കുന്നത്. അത് നിർബന്ധമാണ്. ശങ്കരാചാര്യ നിശ്ചയിക്കപ്പെട്ട പൂജാവിധിയിൽ പെട്ടതാണ്. ആ കുളിപ്പിച്ചു കഴിയുമ്പോൾ ഭഗവാന് വിശക്കുന്നു എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ പ്രകാരമാണ് മലർ നിവേദ്യത്തിനായി നട അടയ്ക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തിലും നട അടയ്ക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നിഷ്ഠയാണ്. ആ നിഷ്ഠയ്ക്ക് മുമ്പിൽ ഒരു VIP ഇല്ല. അങ്ങനെ ഞാൻ ബോർഡ് മെമ്പറാണ്, എന്റെ മുഖത്ത് നോക്കി നട അടച്ചു എന്നൊക്കെ പറയുന്നത് തികച്ചും മ്ലേച്ഛമായ ബാലിശമായ ഡയലോഗുകളാണ്. അതിന്റെ പേരിൽ ഒരു കീഴ്ശാന്തിയെ, അതും ഈ അമ്പലത്തിന്റെ നിത്യേനയുള്ള വരുമാനം എന്ന് പറയുന്നത് അവിടെ നിത്യപ്രവൃത്തി എടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് വരുമാനം കിട്ടൂ. അദ്ദേഹത്തിന് എന്നല്ല, ഏതൊരാൾക്കും. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് കീഴ്ശാന്തികൾ എന്ന് പറയുന്നത് പാരമ്പര്യമായി അനുഭവിച്ചു വരുന്നവരാണ്. അതിനകത്ത് ദേവസ്വം ബോർഡിന് നേരിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ യാതൊരു നോട്ടീസും കൂടാതെ ഇപ്പോൾ ക്ഷേത്രത്തെ പ്രവേശിപ്പിക്കാതെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് ബ്രാഹ്മണിക് ഹെജിമണിയിൽ ഈഗോയിസം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ബോർഡ് മെമ്പറിന്റെ തീരുമാനപ്രകാരമാണ്. അതിന് ഈ സനാതന ഉന്മൂലന സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുന്ന, ഹിന്ദുത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ബോർഡും സർക്കാരും ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എല്ലാ ഹൈന്ദവരും ഇതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആയുധം എടുത്ത് പോരാടുന്നവരല്ല. ആയുധമെടുത്ത് വെല്ലുവിളിച്ച് നടക്കുന്ന ആളുകൾക്ക് വേറെയുണ്ട്. നമുക്ക് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ യുദ്ധത്തിൽ കേവലം ഈ വിരൽത്തുമ്പിൽ അണിയുന്ന മഷിയാണ്. ആ കറുത്ത മഷിയും നമ്മളെ വോട്ടിംഗ് മെഷീനിൽ അമർത്തുന്ന ആ വിരലുമാണ് ഈ നാട്ടിൽ നാളെ ഹൈന്ദവികത നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഈ 3:30 അല്ലെങ്കിൽ 35 മലർ നേദ്യത്തിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നട കൊട്ടിയടച്ചപ്പോ ഈ ബോർഡ് മെമ്പർ ഞെട്ടിപ്പോയി എന്നാണ് ഒരു തമാശ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും ഈ ആകെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം വരുന്ന ആളുകളല്ല. നിരവധി ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അവിടെയെല്ലാം ഈ നട അടയ്ക്കുമ്പോൾ ആ വാതിലിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള മണികൾ, കൂട്ടമണി അടിച്ചൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഇവിടെ ഇദ്ദേഹം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകള് ഈശ്വരവിശ്വാസികളായിരിക്കണം. ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ആളുകള് ഈശ്വരവിശ്വാസികളായിരിക്കണം. അല്ലാത്ത ആളുകള് വന്ന് ഞെട്ടിപ്പോയി, ക്ഷേത്രത്തിനകത്ത് വന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം തൃശ്ശൂർ പൂരത്തിന് പോയ എന്തായിരിക്കും അവസ്ഥ? അപ്പോ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഞെട്ടുന്ന തരത്തിലുള്ള പടക്കം പൊട്ടിക്കുന്ന, ബോംബ് പൊട്ടിക്കുന്ന രീതിയിലുള്ള വാതിലടക്കലൊന്നും അവിടെ നടക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വ്യക്തിയുടെ പിന്നാലെ നിന്ന അല്ലെങ്കിൽ മുന്നിൽ നിന്ന ഒരു ഭക്തർക്കും പരാതി ഉണ്ടായിട്ടില്ല. ഇത് നിർബന്ധപൂർവം കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയില് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി 1-2 സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് വാങ്ങിച്ചതിന് ശേഷമാണ് ഈ ബോംബ് പൊട്ടിക്കൽ എന്നുള്ള പരിപാടി നടന്നത്. നമുക്കറിയാം, ഏതോ നാട്ടിലെ ഒരു മതിലിന്റെ പുറത്ത് ബോംബ് പൊട്ടിയപ്പോ, ഏറുപടക്കം പൊട്ടിയപ്പോ AKG സെന്റർ ഞെട്ടിത്തരിച്ചു പോയി, ഞാൻ കാട്ടിൽ വന്ന് വീണു എന്ന് പറഞ്ഞ നമ്മുടെ മുൻ മന്ത്രി ഒക്കെ ഉള്ള നാടാണ് ഇവിടെ. അപ്പോ CPM-കാര് ഏത് തരത്തിലും വ്യാജ പ്രചരണം നടത്തി മലയാളികളെ പ്രബുദ്ധരായ, സാക്ഷരരായ മലയാളികളെ മരമണ്ടന്മാരാക്കുന്ന, പമ്പരവിട്ടികളാക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന ഒരു വിദേശ മതമാണ് കമ്മ്യൂണിസം എന്നുള്ളത് കൊണ്ട് അത് ജനം മനസ്സിലാക്കണം എന്ന് തന്നെയാണ് നാഷണൽ ഹിന്ദു ലീഗിന് പറയാനുള്ളത്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.